Hello everyone. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് BEVA 181ന്റെ ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോവുകയാണ് അല്ലേ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഏത് യൂണിറ്റ് വരെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? യൂണിറ്റ് 8 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമ്മൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സിനെ കുറിച്ച്, പിന്നെ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നും, പിന്നെ നമ്മൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഒക്കെ സംരക്ഷിക്കേണ്ട ആവശ്യകതകളെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നൗ വി ആർ മൂവിങ് to Unit 9 Environmental Pollution and Hazards. സോ യൂണിറ്റ് 9ന്റെ പേര് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ കാര്യം പിടിയിട്ട് കാണുമല്ലോ എന്തിനെ കുറിച്ചാണ് ഇതിൽ പഠിക്കാൻ പോകുന്നതെന്ന്. യെസ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? കംപ്ലീറ്റ്ലി അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് അബൌട്ട് ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദിസ് പൊല്യൂഷൻ. ഓക്കെ, സോ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 പൊല്യൂഷനെ കുറിച്ചാണ്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഫൈനൽ വൺ ഈ സോയിൽ പൊല്യൂഷൻ. ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് നമ്മളുടെ നാച്ചുറലിൽ നമ്മൾ കാണുന്ന പൊല്യൂഷൻ. ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പൊല്യൂഷൻ എയർ പൊല്യൂഷനാണ്. കാരണം അത് ബ്രീത്ത് ആണല്ലേ, ബ്രീത്ത് ഇല്ലെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. സോ നമുക്ക് ആദ്യം തൊട്ട് പോവാം. വാട്ട് ഈസ് എ പൊല്യൂഷൻ? എന്താണ് പൊല്യൂഷൻ? അപ്പോൾ എന്താണ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ ഇല്ലാതായി പൊല്യൂട്ടായി പോകുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എങ്കിലും അതിനൊരു ഡെഫിനിഷൻ വേണമല്ലോ. Pollution is the contamination of our environment which causes an undesirable change in the physical, chemical or biological characteristics of environmental components, that is air, water and soil. It also adversely affects the life forms and life support system. എന്താണ് അപ്പോൾ പൊല്യൂഷൻ? എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റൽ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ നിർബന്ധമായിട്ടും വേണ്ടിയിരിക്കേണ്ടത് എന്തൊക്കെയാണ്? എയർ വേണം, എയർ നമുക്ക് ശ്വസിക്കാൻ എയർ വേണം. വാട്ടർ, കുടിക്കാൻ ദാഹജലം വേണം. സോയിൽ എന്താണ്? നമുക്ക് ജീവിക്കണം, വീടൊക്കെ കെട്ടി താമസിക്കണമെങ്കിൽ അവിടെ നല്ല സോയിൽ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ലൈഫ് സപ്പോർട്ട് കോമ്പോണൻസിനെയൊക്കെ ഇല്ലാതാക്കുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് പലതരത്തിൽ ഇല്ലാതാക്കാം. അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്ട്രക്ചറോ അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും അത് പൊല്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. സോ മേജർ കാറ്റഗറീസ് ഓഫ് പൊല്യൂട്ടൻസ്: പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽസ്, പ്ലാസ്റ്റിക്, ന്യൂക്ലിയർ വേസ്റ്റസ്, പിന്നെ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ട്സ് ലൈക്ക് പേപ്പർ, ഡൊമസ്റ്റിക് സ്യൂവേജ്, അഗ്രോ ബേസ്ഡ് റെസ്യൂട്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇങ്ങനെ ഒരുപാട് എണ്ണയാൽ തീരാത്ത അത്രത്തോളം പൊല്യൂട്ടൻസ് നമ്മളുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പലതും പൊല്യൂഷന് കാരണമാവാവുന്ന വസ്തുക്കളാണ്. മെയിൻ തിങ് ഈസ് പ്ലാസ്റ്റിക് നമ്മളുടെ ഇന്നത്തെ ലൈഫിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലായി മാറിയിരിക്കുകയാണ് അല്ലേ. നമുക്കൊരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ അതിൻ്റെ പാക്കേജ് എന്തായിരിക്കും? പ്ലാസ്റ്റിക്കിലായിരിക്കും. അല്ലെങ്കിൽ ഈവൻ ഇഫ് നമ്മളൊരു ചെയർ അഫോർഡബിൾ ആയിട്ടുള്ള ചീപ്പ് പ്രൈസിൽ വേണം, നമുക്കൊരു പ്രൈസിലുള്ള ഒരു ചെയർ വേണമെങ്കിൽ അത് പ്ലാസ്റ്റിക്കാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. സോ നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്. ഓൾസോ ഇതിനു പുറമെ നമ്മൾ വേണ്ടാത്ത പൊല്യൂട്ടൻസ് എല്ലാം കൊണ്ട് ഈ വെള്ളത്തിലൊക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മേജർ കാറ്റഗറീസ് ഓഫ് പൊല്യൂട്ടൻസ്. ഇതൊക്കെ നമുക്ക് അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. കോസസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു പൊല്യൂഷൻ ഉണ്ടാവുന്നത്, കോസസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ദ ഇൻക്രീസിങ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് എക്സ്പാൻഡിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ് ദ കൺസംപ്ഷൻ ഓഫ് എനർജി ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ദർ ഹാസ് ബീൻ ആൻ ഇൻക്രീസ് ഇൻ എമിഷൻ ഓഫ് ഗ്യാസസ്, കെമിക്കൽസ്, വേസ്റ്റസ് ആൻഡ് എക്സെട്ര, സോയിൽ, ബയോസ്ഫിയർ. സോ മെയിനായിട്ട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടായത്? ജനസംഖ്യ കൂടിയപ്പോഴാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിയപ്പോഴാണ് മെയിനായിട്ട് പൊല്യൂഷൻ വന്നു തുടങ്ങിയത്. ഇപ്പോൾ നമ്മളുടെ സിറ്റി ഏരിയ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൊച്ചി എടുക്കാം, കൊച്ചി അല്ലെങ്കിൽ വേണ്ട ഡൽഹി എടുക്കാം. അതാണല്ലോ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ. സോ ഏറ്റവും വേഴ്സ്റ്റായിട്ട് പൊല്യൂട്ടഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി, ന്യൂഡൽഹി. അവിടെയൊക്കെ നമുക്ക് പുറത്തിറങ്ങി നേരെ ശ്വസിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുള്ളതാണ്. സോ ഓക്സിജൻ പോലും നേരെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത് ഇത്രത്തോളം പൊല്യൂട്ടഡ് ആയിട്ട്? കാരണം അവിടുത്തെ പോപ്പുലേഷനാണ്. എല്ലാ ആൾക്കാരും, അത് നമ്മളുടെ കൺട്രിയുടെ മെയിൻ ക്യാപിറ്റൽ സിറ്റി ആണല്ലേ ന്യൂഡൽഹി. സോ അത്രത്തോളം ആളുകൾ അവിടെ പാർക്കുന്നുണ്ട്. സോ ഓൾസോ അത്രത്തോളം ഫാക്ടറീസ്, അത്രത്തോളം വെഹിക്കിൾസ്, ഇതെല്ലാം ആ ഒരു പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റീസൺ എൻവയോൺമെന്റൽ പൊല്യൂഷന് കാരണം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയതിനനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ എണ്ണവും കൂടി. ഓൾസോ അവരുടെ പൊല്യൂട്ടൻസ് മെറ്റീരിയൽസിൻ്റെ യൂസും കൂടി.
പണ്ടെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. കുറച്ച് ആളുകളുള്ളതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കുറവായിരുന്നു, പെട്രോൾ ഡീസൽ വാഹനങ്ങൾ കുറവായിരുന്നു, അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് തന്നെ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും 4 അല്ലെങ്കിൽ 5 വണ്ടി ഉണ്ടാവും. 4 പേർക്ക് സെപ്പറേറ്റ്ലി അവർക്ക് ഇൻഡിവിജ്വൽ വണ്ടിയും ഉണ്ടായിരിക്കും, ഫാമിലിക്ക് ഒരുമിച്ച് പോകാനായിട്ട് 1-2 കാറും ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മളുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. സോ മനുഷ്യരുടെ പോപ്പുലേഷൻ കൂടിയതാണ് മെയിനായിട്ട് ഈ ഒരു പൊല്യൂഷന് കാരണം എന്നാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഓരോ കണ്ടന്റിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ്? കെമിക്കൽ കോമ്പണൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ അനാവശ്യമായിട്ട് കത്തിക്കുന്ന കോമ്പണൻസ് എല്ലാം എയറിൽ പോയിട്ട് എയർ പൊല്യൂട്ട് ആവുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൾ ഹ്യൂമൻ ബീങ്സ് നീഡ് ടു എയർ ടു ബ്രീത്ത്. എല്ലാ ഹ്യൂമൻ ബീങ്സിനും അല്ലെങ്കിൽ എല്ലാ മാമൽസിനും ആനിമൽസിനും ഒക്കെ ശ്വസിക്കാൻ എന്ത് വേണം? ബ്രീത്ത് വേണം അല്ലേ? ബ്രീത്ത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. So air pollution is a mixture of solid particles and gases in the air which comes from car emissions, chemicals or factories, dust, etc. സോ എയർ പൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുക, പിന്നെ മലിനമായിട്ടുള്ള പുകകൾ നമ്മൾ കത്തിക്കുന്നത് ഫാക്ടറീസിൽ നിന്ന് വരുന്നതും, പിന്നെ കെമിക്കൽ കമ്പോണൻസ്, കെമിക്കൽസ് ആവശ്യമില്ലാത്തതെല്ലാം എയറിൽ സ്പ്രെഡായി അങ്ങനെയുള്ള സോൾട്ട് പാർട്ടിക്കിൾസ്, ഇതെല്ലാം കാരണം എയർ ഇപ്പോൾ പൊല്യൂട്ട് ആവുന്നുണ്ട്. സോ വി ക്യാൻ റിമൈൻ വിത്തൗട്ട് ഫുഡ് ഓർ വാട്ടർ ഫോർ സം ഡേയ്സ്, ബട്ട് വിത്തൗട്ട് ഓക്സിജൻ വി കനോട്ട് സർവൈവ് ഫോർ ദാൻ ഫ്യൂ മിനിറ്റ്സ്. നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം ജീവിക്കാം, ഓക്കെ, എന്തെങ്കിലും ചെറിയ ഡയറ്റ് ഫുഡൊക്കെ കഴിച്ച് ജീവിക്കാം. വെള്ളം ഇല്ലെങ്കിൽ ഇത്തിരിയും കൂടെ നമുക്ക് ജീവിക്കാം. പക്ഷേ ശുദ്ധവായു ഇല്ല അല്ലെങ്കിൽ വായു ഇല്ലാതെ, ഓക്സിജൻ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ മൗത്തും നോസും അടയ്ക്കുകയാണ്, എനിക്ക് ജസ്റ്റ് മോർ ദാൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 1-2 മിനിറ്റ്സിന് എബോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ല, അതാണ് ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയില്ലേ. കാരണം എന്താണ്? ശ്വാസം കിട്ടാത്ത അവസ്ഥ. നമുക്ക് ശ്വാസം ഇല്ല, ശ്വസിക്കാനായിട്ടുള്ള വായു നല്ലതില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ എയർ പൊല്യൂഷൻ എന്തുമാത്രം നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായി കാണുമല്ലോ. സോ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ്, എന്തൊക്കെയാണ് ഈ ഒരു എയർ പൊല്യൂഷന് കാരണമാകുന്നതെന്ന് നോക്കാം. പൊല്യൂട്ടൻസ് എന്താണ്? ഇതിന് കാരണമാകുന്ന വസ്തുക്കളെയാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ മേജർ എയർ പൊല്യൂട്ടൻസ് നമുക്കൊന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ബൈ കമ്പഷൻ. ഈ ഓയില്, കോള് ഇതൊക്കെ കത്തിക്കുന്നതിലൂടെ വരുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള എണ്ണം പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ സൾഫർ ഡയോക്സൈഡ്, സൾഫർ ടോക്സൈഡ്, ഇതൊക്കെ സൾഫർ കണ്ടെയ്നിങ് ഫ്യൂവൽസ് കത്തിക്കുന്നതിലൂടെ ഈ വാതകങ്ങളൊക്കെ എയറിലോട്ട് ചെല്ലുന്നുണ്ട്, അതും കാരണമാണ്. പിന്നെ ബയോമാസ് ഫ്യൂവൽ ഇതൊക്കെ കത്തിക്കുന്നതിലൂടെ നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇതൊക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് സ്പ്രേ ഇങ്ങനെയുള്ളതൊക്കെ കത്തിക്കുന്നതിലൂടെ, പ്ലാസ്റ്റിക്കാണ് മെയിൻ, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ ഹൈഡ്രോകാർബൺസ് എന്താണ്, അതർ ഓർഗാനിക് കമ്പൗണ്ടൻസ്, അങ്ങനെ പൊല്യൂട്ടൻസ് ഒരുപാട് ഈ ഒരു അന്തരീക്ഷത്തിലോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താണ്, ഫ്യൂവൽ കമ്പഷൻ, ഫ്യൂവലൊക്കെ കത്തിക്കുന്നതിലൊക്കെ നിന്ന് എയർ പൊല്യൂട്ട് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എയർ മെയിനായിട്ട് പൊല്യൂട്ട് ആവുന്നത്. സോ എയർ പൊല്യൂഷൻ ക്രിയേറ്റ്സ് ഫോളോയിങ് പ്രോബ്ലംസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ പൊല്യൂട്ട് ആവുന്നത് പറഞ്ഞു. ഇനി ഈ ഒരു പൊല്യൂഷനിലൂടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ എയർ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് SPM. വാട്ട് ഈസ് ദ SPM? Suspended particulate matter. Air, fine solids, liquids dispersed through the air from combustion of vehicle, industrial or natural sources and include organic and inorganic particles such as dust, pollen, smooth. അതായത് നമ്മൾ ഈ വെഹിക്കിൾസ് അങ്ങനെയുള്ള സോളിഡ് ഫോംസ് സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ സോളിഡ്സ്, ലിക്വിഡ്സ് ഒക്കെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പോകും. അതിനെയാണ് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ ആസിഡ് പ്രസിപ്പിറ്റേഷൻ, ഒരുപാട് പൊല്യൂട്ട് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ആസിഡ് മഴകൾ പെയ്തു തുടങ്ങും. ആസിഡ് മഴയിൽ കൂടെ എന്തൊക്കെയാണ്? വെൻ കോസ്ഡ് കമ്പൗണ്ട്സ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ആർ റിലീസ്ഡ് ഇൻ ദ എയർ. ആസിഡ് മഴ പെയ്ത് കഴിയുമ്പോഴാണെങ്കിലോ സൾഫർ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ വിഷം കൂടിയ വാതകങ്ങളൊക്കെയാണ് ഭൂമിയിലോട്ട് വന്ന് പതിക്കുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞു SPM ഉണ്ടാവുന്നു, അത് കഴിഞ്ഞ് ആസിഡ് പ്രസിപ്പിറ്റേഷൻ, ആസിഡ് ട്രെയിൻ ഭൂമിയിൽ പതിക്കുന്നു, ലാസ്റ്റ് വേണം എന്താണ്? അറ്റ്മോസ്ഫിയർ ഇൻവെർഷൻ. എന്നീ 3 കാര്യങ്ങളാണ് എയർ പൊല്യൂഷൻ കാരണം നമ്മളുടെ ഭൂമിയിൽ സംഭവിക്കുന്നത്. സോ ഇതിൽ എന്താണ് നമുക്ക് പഠിക്കാൻ?
അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, വൺ വേർഡ് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ എയർ പൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാമല്ലോ എയർ പൊല്യൂഷൻ, അത് നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റില്ല എന്ന് മേ ബി നിങ്ങൾ തോന്നിയേക്കാം. പക്ഷെ ഒരാളാണേലും മനസ്സ് വെച്ചാൽ, ഒരു 10 പേര് മനസ്സ് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് എയർ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരാൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു ബാക്കിയുള്ളവരെയും നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ. സോ നിങ്ങളാണേലും എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു കേട്ടിട്ട് ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷെ എയർ പൊല്യൂഷൻ എന്തുമാത്രം ഭീകരപരമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ ഒരു ട്രാജഡി കൊടുത്തിരിക്കുകയാണ്. ട്രാജഡി. സോ കേസ് സ്റ്റഡി ആയിട്ട് ട്രാജഡി കൊടുത്തിട്ടുള്ളത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ്. പലർക്കും അറിയായിരിക്കും ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഭോപ്പാലിൽ നടന്ന ഒരു ഗ്യാസ് ദുരന്തമാണ്. അതായത് അവിടെ 1984 ഡിസംബർ രാത്രി അവിടെയുള്ള ഒരു യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയിൽ ഒരു ടോക്സിക് ഗ്യാസ് നിറച്ച ഒരു ടൺസ് കുറെ ലീക്കായപ്പോഴത്തേക്കും അത് 1984 അന്ന് ഇന്നത്തെ പോലെ പ്രിക്കോഷൻ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഗ്യാസൊക്കെ ലീക്കായി കഴിഞ്ഞാൽ കമ്പനീസിൽ അലാംസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ലീക്ക് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ ഈ അലാംസ് ഇതിൻ്റെ മണം ഒക്കെ വലിച്ചെടുത്തിട്ട് അലാംസ് കൊടുക്കും. അന്ന് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓൾസോ രാത്രിയാണല്ലോ, അപ്പോൾ അധികം ആരും അറിഞ്ഞില്ല, അവിടെ അധികം സ്റ്റാഫുകളില്ലായിരുന്നു. സോ ഈ ഭോപ്പാലിൽ എന്താ സംഭവിച്ചത്, രാത്രി ഒരു 2-3 മണിയായ സമയത്ത് വില്ലേജസിൽ എല്ലാവരും ഉറക്കമാണല്ലോ, ഇതൊരു വില്ലേജാണ്. സോ ഇവിടുത്തെ ഗ്യാസ് ലീക്കായി, ടോക്സിക് ഗ്യാസ് ഈ ഒരു കമ്പനിയിലൊക്കെ. ഫാക്ടറീസ് ആകുമ്പോൾ അവിടെ ടോക്സിക് ഗ്യാസുകൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അതായത് ഇതൊക്കെ നിർമ്മിച്ചെടുക്കാൻ ആവശ്യമുള്ള മോണോക്സൈഡും ബയോക്സൈഡും അങ്ങനെ ഒരുപാട് ഗ്യാസുകൾ ഉണ്ടാവും. സോ ഇത് ലീക്കായിട്ട് അവിടുത്തെ വില്ലേജിലൂടെ ഗ്യാസ്, എയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഗ്യാസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് വലിച്ചെടുത്തോളും. ഓക്കെ, സോ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടോക്സിക് ഗ്യാസ് ഇത് വലിച്ചെടുക്കുകയും പതിയെ അത് ആ വില്ലേജിലോട്ട് ഉള്ള എയറിലോട്ട് സ്പ്രെഡായി കഴിഞ്ഞ് ആളുകൾ ഉറക്കത്തിലാണല്ലോ, ആരും അറിയുന്നില്ല. അവർ ഉറക്കത്തിൽ ശ്വസിച്ചെടുത്തതാണെങ്കിലോ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ടോക്സിക് വിഷാംശമുള്ള ഗ്യാസ് വലിച്ചെടുത്ത് ഭോപ്പാലിലെ അന്ന് രാത്രി 2500ഓളം പേരാണ് സ്പോട്ടിൽ മരിച്ചത്. അതായത് ഇപ്പോൾ നമ്മളുടെ മുന്നിലാണെങ്കിൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് കൊണ്ടുവച്ച് ഞാനത് വലിച്ചെടുക്കുന്നു, എൻ്റെ ശ്വാസകോശത്തെത്തുന്നു, സ്പോട്ടിൽ നമ്മൾ മരിച്ചു. ഓക്കെ, അതാണ് ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ ആ ഒരു പവർ. സോ 2500ഓളം പേര് അവിടെ മരണപ്പെട്ടു. അതിനുശേഷം 100,000-ലധികം പേർക്ക് അവിടെ അത് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വന്നു. സ്റ്റിൽ അവിടെ ആൾക്കാർക്ക് ഇപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ജനറേഷൻ വൈസ് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയി മാറി. ഒരാളിൽ നിന്ന് അവരുടെ തലമുറകൾക്കും ഇപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇമ്പാക്റ്റ്, ഹൗ വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് എവറി എയർ പൊല്യൂഷൻ എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു ഐഡിയ കിട്ടാനാണ് ഇവിടെ ഈ ഒരു ട്രാജഡി കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ടർ പൊല്യൂഷൻ. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് വാട്ടർ പൊല്യൂഷൻ? നമ്മൾ ഈ വേസ്റ്റൊക്കെ കൊണ്ട് വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്ന് വരുന്ന ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിലോട്ട് ഒഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പൊല്യൂട്ടാവും. ഓക്കെ, സോ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട രണ്ടാമത്തെ ഒരു സംഭവമാണ് വാട്ടർ. കാരണം വെള്ളം ഇല്ലെങ്കിൽ നമുക്കൊരു പരിധിക്ക് കൂടുതൽ ജീവിക്കാൻ പറ്റില്ല, അല്ലേ? ശുദ്ധജലമാണ് ഒരു മനുഷ്യന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. So water pollution is a contamination of water bodies generally as a result of human activities and occurs when harmful substances such as microorganisms, chemicals, etc. contaminate the water body and degrade the quality of water. അപ്പോൾ എന്താണ് മൈക്രോ ഓർഗാനിസംസും, ചെറിയ മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയ ഒക്കെ കാരണം മനുഷ്യൻ്റെ പ്രവൃത്തികളാലാണ് കേട്ടോ. അല്ലാതെ സ്വയം വാട്ടർ കണ്ടാമിനേറ്റ് ആവില്ല. മനുഷ്യൻ എന്തെങ്കിലും ചെയ്താലേ വാട്ടർ കണ്ടാമിനേറ്റ് ആവുള്ളൂ. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാൽ ഈ ഒരു വെള്ളത്തിലോട്ട് കെമിക്കൽസും ബാക്ടീരിയയും വരികയും എന്നിട്ട് വെള്ളത്തിൽ ഉള്ള ഫലപുഷ്ടമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു വാട്ടർ ഇല്ലാതായി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് ശുദ്ധമായിട്ടുള്ള ജലം കിട്ടുന്നത് വളരെ റയറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് അധികം ഫാക്ടറീസോ അല്ലെങ്കിൽ ഓഫീസുകളോ ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ പോയാൽ നമുക്ക് നല്ല വെള്ളം കിട്ടും.
അല്ലെ, അധികം അടുത്തടുത്ത് വീടുകളില്ലാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മളെവിടെ എല്ലാം ഫിൽറ്റർ ഇല്ലാതെ വെള്ളം കുടിക്കാൻ പറ്റില്ല, എല്ലാ വീട്ടിലും ഫിൽറ്റർ ഉണ്ട്. കാരണം എല്ലാ അടുത്തടുത്ത വീടുകളാണ്. ഓൾസോ നമുക്ക് നല്ല വെള്ളം കിട്ടില്ല, വില കൊടുത്തല്ലെങ്കിൽ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഫിൽറ്റർ ഉണ്ട്, മീൻസ് വാട്ടർ പ്യൂരിഫയർ ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. വാട്ടർ പ്യൂരിഫയറിലെ വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട എലമെന്റ്സും കമ്പൗണ്ട്സും ഒക്കെ അത് എടുത്തിട്ട് ഒരു ചത്ത വെള്ളമാണ് നമ്മളത് കുടിക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് നേരിട്ടെടുത്ത് തിളപ്പിച്ച് കുടിക്കുമ്പോഴാണ് നല്ല വെള്ളമെന്ന് പറയാൻ പറ്റുന്നത്. സോ ഇതിനെല്ലാം കാരണക്കാരാരാണ്? മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞാണ് ഈ ഒരു വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നത്. സോ ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, പലതരത്തിലുള്ള വാട്ടർ പൊല്യൂട്ടൻസ് ഉണ്ട്. നമ്മൾ എയർ പൊല്യൂട്ട് ആവാനുള്ള കാരണക്കാരെ പറഞ്ഞല്ലേ, അതുപോലെ വാട്ടർ പൊല്യൂട്ട് ആവാനുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. ഒന്നാമത്തത് ബയോളജിക്കൽ ഏജൻസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ബാക്ടീരിയ, വൈറസ് ആൻഡ് പാരസൈറ്റ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ടർ ബോൺ ഡിസീസസ്. അതായത് പലതരത്തിലുള്ള ബാക്ടീരിയ, പിന്നെ വൈറസസ്, പാരസൈറ്റ്സ്, ഇതൊക്കെ ഈ ഒരു പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ വാട്ടറിൽ ഫോം ആവും. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ ബോൺ ഡിസീസസിന് കാരണമാവും. അതായത് ഈ ടൈഫോയിഡ്, കോളറ, പോളിയോ ഹെപ്പാറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള മാരകമായിട്ടുള്ള പല രോഗങ്ങൾക്കും വെള്ളം കേടായാൽ കാരണമാകും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ് എടുത്ത് കുടിക്കുന്നതെങ്കിൽ അറിയാതെയാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോളറയും ടൈഫോയിഡൊക്കെ പിടിപെടും. ഓൾസോ ഈ നമ്മൾ റീസെൻ്റ്ലി ചില ന്യൂസ് കേൾക്കുന്നതാണ്, നമ്മളിങ്ങനെയുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മൂക്ക് വഴിയും വാ വഴിയൊക്കെ ഈ വൈറസ് നമ്മളുടെ ദേഹത്ത് ചെല്ലും. അത് കഴിഞ്ഞാൽ അതിന് മരണത്തിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ബയോളജിക്കൽ ഏജൻസ്, പൊല്യൂട്ടൻസ്. സോ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ ഏജൻസ് ആണ്. കെമിക്കലി എങ്ങനെയാണ് വാട്ടർ ഇല്ലാതാവുന്നതെന്നാണ്. Substances harmful to human health get entered into water supplies. The chemical pollutants are inorganic or organic. അപ്പോൾ കെമിക്കലി ഈ ഒരു, അതായത് ഈ ഫാക്ടറിയിൽ നിന്നുള്ള പൊല്യൂട്ടൻസ് കാരണമാണ് കൂടുതൽ ഈ കെമിക്കൽ ഓർഗാനിസംസ് കെമിക്കലി ഈ വാട്ടർ ഇല്ലാതാവുന്നത്. ഫാക്ടറിയിൽ കെമിക്കൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഗ്യാസസ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അത് കെമിക്കലി വാട്ടർ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് ഡെത്ത് ആണ് കേട്ടോ. ഹ്യൂമൻ ഹെൽത്തിനെ തന്നെ ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന മാരകമായിട്ടുള്ള കെമിക്കലുകളാണ് ഈ വെള്ളത്തിലെങ്കിലും ഉണ്ടാവുന്നത്. പിന്നെയുള്ളത് ഫിസിക്കൽ ഏജന്റ് ആണ്. അതായത് മനുഷ്യൻ ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് വെള്ളം പൊല്യൂട്ട് ആവുന്നത്? അതിന് റീസൺ സോയിൽ എറോഷൻ ആണ്. സോയിൽ എറോഷൻ എന്താണ്? മണ്ണിടിച്ചിൽ. അതായത് ഈ പ്രളയ സമയത്തൊക്കെ ഒരുപാട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മലമുകളിൽ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണ്ണും ചെളിയും അഴുക്കും ഒക്കെ ഈ വെള്ളത്തിലോട്ടായിരിക്കും ഒഴുകി വീഴുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? നല്ല കണ്ണീര് പോലെ ഇരിക്കുന്ന വെള്ളം ചെളിയുടെ കളറാവും, അവിടെ വെള്ളം പൊല്യൂട്ട് ആവുകയാണ്. ഓക്കെ, ആ വെള്ളം നമുക്ക് പിന്നെ കുടിക്കാൻ പോലും എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ചെളിയുടെ കളറിലാണല്ലോ വെള്ളം പോകുന്നത്. സോ അതാണ് മൂന്നാമത്തെ പൊല്യൂട്ടൻസ് വരുന്നത്. പിന്നെ ഉള്ളത് മറൈൻ പൊല്യൂഷനാണ്. ഈ മറൈൻ പൊല്യൂഷനാണ് ഫൈനൽ വൺ. ഇതെന്താന്ന് വെച്ചാൽ, മറൈൻ മീൻസ് മനസ്സിലായല്ലോ, ഓഷ്യൻ, കടൽ പൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറമുള്ള അരുവിയിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രീമിൽ, കനാല് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓട, ഇതിലെവിടെയാണേലും നമ്മൾ വെള്ളം പൊല്യൂട്ട് ചെയ്താലും ഈ വെള്ളത്തിൽ നമ്മൾ ഇത്തിരി ഒരു വിഷം ചേർത്താൽ പോലും ആ സ്ഥലത്തിലെ വെള്ളമെല്ലാം ഈ വിഷം വലിച്ചെടുക്കും, സ്പ്രെഡ് ചെയ്യും പെട്ടെന്ന് വെള്ളത്തിൽ വിഷം. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തൂടെ ഒരു സ്ട്രീം ഒഴുകുകയാണെന്നിരിക്കട്ടെ, ഞാൻ ഇതിൽ ഇത്തിരി ഇപ്പോൾ വേസ്റ്റ് അത്യാവശ്യം കെമിക്കൽ വേസ്റ്റ് ഇടുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളമെല്ലാം ഇല്ലാതാവുകയാണ്. എന്നിട്ട് ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്? അത് കഴിഞ്ഞ് അടുത്ത് ഒരു വലിയ കുളത്തിലോട്ടോ കായലിലോട്ടോ പോവും. അവിടുത്തെ പിന്നെ ലാസ്റ്റ് ഈ വെള്ളം ഉറപ്പായിട്ടും ഓഷ്യനിൽ പോവും. നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ വെള്ളത്തിന്റെ സ്രോതസ്സിൽ പോലും എന്തെങ്കിലും ചെയ്താൽ പോലും ഇതെല്ലാം ലാസ്റ്റ് ചെന്ന് കടലിലടിയുമ്പോൾ എന്ത് ചെയ്യും? കടലിൽ പതിയെ ഈ വിഷാംശം സ്പ്രെഡാവും. വിഷാംശം കടലിൽ സ്പ്രെഡാവുമ്പോൾ എന്ത് ചെയ്യും? ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഏതാണ്? കടലാണ്. കാരണം കടൽ എക്കോസിസ്റ്റം ആവുന്നതിന് കാരണം ഭൂമിയിൽ നല്ലൊരു ശതമാനം, 3% കടലാണ് സ്പ്രെഡായി കിടക്കുന്നത്. സോ അത്രത്തോളം ഓർഗാനിസംസ്, കടലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ഓർഗാനിസംസ് കടലിൽ ജീവിക്കുന്നുണ്ട്, ഓഷ്യനിൽ ജീവിക്കുന്നുണ്ട്. സോ
ഈ കടൽ വെള്ളം ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കടലിലുള്ള മീനുകളും മറ്റ് വാട്ടർ പ്ലാന്റ്സും കൂടുതലായിട്ട് സസ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങും. സോ ഇതാണ് മറൈൻ പൊല്യൂട്ടൻസിൽ ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ നമ്മളുടെ വീടിനടുത്താണ് പൊല്യൂട്ട് ചെയ്യുന്നതെന്ന് കരുതും, പക്ഷെ ഇതെല്ലാം ലാസ്റ്റ് അനുഭവിക്കുന്നത് ആരാണ്? കടലിലെ പാവം മത്സ്യങ്ങളാണ്. സോ അത് വിഷം വന്ന് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് വാട്ടർ പൊല്യൂട്ടൻസ് കേട്ടോ. പിന്നെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. ഈ നെക്സ്റ്റ് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഈ വാട്ടർ പൊല്യൂട്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മെഷേഴ്സ്. മെനി പാരാമീറ്റേഴ്സ് മേ ബി അപ്ലൈഡ് ടു ചെക്ക് ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് വാട്ടർ സാമ്പിൾസ് മേ ബി ടെസ്റ്റഡ് ടു ബി ഷുവർ അബൌട്ട് ഇറ്റ്സ് ഫിറ്റ്നസ് ഫോർ കൺസപ്ഷൻ. അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ചുറ്റും. വാട്ടർ നല്ലതാണോ, കുടിക്കാൻ പറ്റുന്നതാണോ, അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ഇത് അവൈലബിൾ ആണ്. അത് ഓരോന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്പർ 1 ഈസ് ഡിസോൾവ്ഡ് ഓക്സിജൻ. മെഷേഴ്സ് ഹൗ മച്ച് ഓക്സിജൻ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അത് ഇത്തിരി വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തുമാത്രം ഓക്സിജൻ ഡിസോൾവ്ഡ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തേത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇറ്റ് is the amount of dissolved oxygen needed to be aerobic biological organism to break down the organic material which is present in a given water sample. It measures the oxygen required by the bacteria to decompose the organic matter such as plant leaves, ഫുഡ് വേസ്റ്റ്, സിവേജ്. അതായത് ഈ വെള്ളത്തിൽ നമ്മൾ വേസ്റ്റ് ഒക്കെ ചിലപ്പോൾ വലിച്ചെറിഞ്ഞെന്നിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പൊല്യൂട്ടൻസ് ആ ഒരു ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ ഈ ഇലകൾ, ജീർണിച്ച ഇലയൊക്കെ ഈ വെള്ളത്തിൽ പോകുമല്ലോ. ഈ സമയം ഇത് ഇല്ലാതാക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ഇനി എത്ര ഓക്സിജനാണ് ഈ ഒരു പൊല്യൂട്ടൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഇലയനെ അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന വേസ്റ്റിനെ ഇല്ലാതാക്കാനായിട്ട് ഈ വെള്ളത്തിലെ ബാക്ടീരിയയ്ക്ക് ഇനി എന്തുമാത്രം ഓക്സിജനാണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നെക്സ്റ്റ് വൺ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതും സെയിം ആണ്. അതായത് കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കെമിക്കൽ എന്തെങ്കിലും നമ്മുടെ വെള്ളത്തിലോട്ട് ഒഴുക്കി വിട്ടാൽ അതിൽ ഈ വെള്ളത്തിൽ ചേർന്ന കെമിക്കല് ഇല്ലാതാക്കാനായിട്ട് വെള്ളത്തിന് എന്തുമാത്രം ഓക്സിജൻ വേണം എന്ന് കണ്ടുപിടിക്കുന്നതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ ഈസ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ, MPN. ഓക്കെ. Method is used for estimating the concentration of viable microorganisms in water sample. അപ്പോൾ ഒരു വാട്ടർ ഇത്തിരി വെള്ളം എടുത്ത് നോക്കിയാൽ അതിൽ എന്തുമാത്രം മൈക്രോ ഓർഗാനിസംസ് അവൈലബിൾ ആണ്, നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓർ MPN. ഓക്കെ. The next one is total dissolved solid. അതെന്താണെന്ന് വെച്ചാൽ മെഷേഴ്സ് ദ ഡിസോൾവ്ഡ് കമ്പൈൻഡ് കണ്ടന്റ് ഓഫ് ഓൾ ഇൻഓർഗാനിക് ഓർഗാനിക് ദാറ്റ് പ്രസന്റ് ഇൻ ലിക്വിഡ്. കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, സൾഫേറ്റ്, ഹെവി മെറ്റൽ. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആർ മെഷേർഡ് ഇൻ മില്ലിഗ്രാംസ് പെർ. സോ എന്തുമാത്രം സോളിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാൽഷ്യം, ഫോസ്ഫറസ്, കാർബണേറ്റ്, സൾഫേറ്റ്സ് എന്തുമാത്രം വെള്ളത്തിലുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഇതൊക്കെ വെള്ളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ, വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെക്ക് ചെയ്യാൻ കൊടുത്താൽ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ഈ കിണർ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും വെള്ളം ചെക്ക് ചെയ്തിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമുക്കറിയില്ല അതിൽ എന്തെങ്കിലും പൊല്യൂട്ടൻസ് കലർന്നിട്ടുണ്ടോ, കെമിക്കൽസ് ഉണ്ടോ എന്നൊക്കെ. സോ ഈ കുടിവെള്ളം ഡയറക്റ്റ്ലി വീട്ടിൽ നിന്ന് കിണർ വഴിയൊക്കെ എടുക്കുന്ന ആൾക്കാർ അതിൻ്റെ സാമ്പിൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം, നമുക്കത് കുടിക്കാൻ യോഗ്യമാണോ, ഉപയോഗയോഗ്യമാണോ എന്നൊക്കെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വാട്ടർ പൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ഈസ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ എന്താണ്? ഇത്രയും പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായല്ലോ. സോയില് മണ്ണ് പൊല്യൂട്ട് ആക്കുന്നതിനെയാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Okay, it is a world up of persistent toxic compounds, chemicals, alter radioactive materials or disease causing agents in soil which produce adverse effect on plant growth and animal health. Okay, അപ്പോൾ സോയിൽ പൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം ഈ മണ്ണിലെ ഫലഭൂഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ട് അതിൽ ടോക്സിക് വിഷാംശം പടരുകയും ആ മണ്ണിൽ നിൽക്കുന്ന ചെടികൾ എല്ലാം ഇല്ലാതായി പോകുന്നതിനെയാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോയിൽ പൊല്യൂഷൻ ഈസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡിഫോറസ്റ്റേഷൻ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഷൻ, പെസ്റ്റിസൈഡ്സ്, ഗാർബേജ് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്. ഇതൊക്കെയാണ് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത്. അതായത് നമ്മളൊരു വേസ്റ്റ് വലിച്ചെറിഞ്ഞാൽ അത് എയർ പൊല്യൂഷനും ഉണ്ടാക്കും, ഓൾസോ സോയിൽ പൊല്യൂഷനും ഉണ്ടാക്കും. കാരണം നമ്മളിടുന്ന വേസ്റ്റ് അവിടെ കിടന്ന് ആ ഒരു മണ്ണുമായിട്ട് ചേർന്ന്
ഓൾസോ അതൊരു കെമിക്കൽ കമ്പോണൻ്റ് ആണെങ്കിൽ പറയണ്ട, അത് പിന്നെ സ്പ്രെഡ് ആവും, ആ മണ്ണെല്ലാം ഇല്ലാതാവും. പിന്നെ നമ്മൾ ഓവറായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം മണ്ണിലെ ജീവജാലങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. അതായത് മണ്ണിൽ എന്തായാലും മണ്ണിര വേണം. മണ്ണിര ഉണ്ടെങ്കിലേ ആ ഒരു മണ്ണ് ഫലഭൂഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മണ്ണിരയും മണ്ണിൽ വേണ്ട മറ്റ് ഘടകങ്ങളെല്ലാം ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ അതിൽ നിൽക്കുന്ന പ്ലാന്റ്സും ഓൾസോ ഇല്ലാതായി പോകും. So loss of biodiversity due to destruction of natural flora and fauna because of cutting of forest trees. So soil pollution എന്തിനൊക്കെയാണ് കാരണമാവുന്നതാണ്? സോയിൽ പൊല്യൂഷൻ എന്താണ്, എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ, സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാവും, അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാവും. അതായത് അവിടെ ഏതെങ്കിലും അനിമൽസ് ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് നാട് വിട്ടു പോകും, പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് കരിഞ്ഞില്ലാതായി പോവും. അങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സോയിൽ എറോഷൻ. സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സോയിൽ എറോഷൻ വന്നു തുടങ്ങും. അതായത് സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണിൽ എപ്പോഴും ഒരു കട്ടിയുണ്ട്, ഒരു നോർമൽ തിക്നെസ് ഉണ്ടാവും മണ്ണിന്. അപ്പോൾ ഇതെപ്പോഴും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ഈ മണ്ണ്. ഇത് കാരണമാവുന്നത് മണ്ണിലുള്ള കമ്പോണൻസ് കാരണമാണ് മണ്ണ് എപ്പോഴും നല്ല സ്ട്രെങ്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇതിലെ കമ്പോണൻസ് എല്ലാം ചത്തുപോകും. അപ്പോൾ പതിയെ ഈ ഒരു സോയിലാണെങ്കിലോ ഭയങ്കര തിന്നായി പോവും, ഭയങ്കര രീതിയിൽ ആ ഒരു കട്ടിയും ബലമൊക്കെ പോവും. അങ്ങനെ വരുമ്പോൾ സോയിൽ പൊല്യൂഷൻ സോയിൽ എറോഷൻ പെട്ടെന്ന് ഉണ്ടാവും. അതായത് മണ്ണിടിച്ചിൽ. അപ്പം മണ്ണിന് ബലം ഉണ്ടെങ്കിൽ അത് കട്ടിക്ക് അങ്ങ് നിന്നോളും, മണ്ണിടിഞ്ഞ് വരാതെ. പക്ഷെ സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞ് മരങ്ങളെല്ലാം അവിടുത്തെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെറിയ മഴയൊക്കെ വരുമ്പോഴേ മണ്ണിടിഞ്ഞ് താഴോട്ട് ഇങ്ങ് പോരും. അതടുത്ത കാരണമാണ് കേട്ടോ. പിന്നെ ഉള്ളത് അസിഡിറ്റി ആൻഡ് അൽക്കാനിറ്റി. ഇറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ മെഷറിംഗ് ദ pH, soil pH. These are important chemical properties which play a great role in the ways of soil behavior. സോ സോയിലിന് ഒരു കൗണ്ട് ഉണ്ട്. സോയിലിന് നിർബന്ധമായിട്ട് അസിഡിറ്റി അൽക്കാനിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. അസിഡും ഉണ്ടായിരിക്കണം, ആൽക്കലൈനും ഉണ്ടായിരിക്കണം. പക്ഷെ ഇത് തീരെ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ സോയിൽ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആസിഡിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കൂടും. ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ചെടിയൊന്നും വളരില്ല. അപ്പോൾ ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് നാച്ചുറലായിട്ട് തന്നെ കുറയ്ക്കാൻ പറ്റും. അതായത് മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കർഷകനോട് തന്നെ അവർ പറയും, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫെർട്ടിലൈസർ ഇട്ടാ കഴിഞ്ഞാൽ അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ലാൻഡ് പൊല്യൂഷൻ ബൈ വേസ്റ്റ് ഡെപ്പോസിഷൻ. അതായത് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്തിലെ മണ്ണെല്ലാം ഇല്ലാതായി പോകും. ഇങ്ങനെയൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ സോയിൽ പൊല്യൂഷൻ എന്താണ് പറഞ്ഞു, സോയിൽ പൊല്യൂഷന് കാരണമാവുന്ന റീസൺസ് പറഞ്ഞു. എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാക്കുന്നതിലൂടെ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നു, സോയിൽ എറോഷൻ സംഭവിക്കുന്നതിലൂടെ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നു, അസിഡിറ്റി ആൻഡ് ആൽക്കലിനിറ്റി, മണ്ണിലുള്ള അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അസിഡിറ്റി ഇതിന് കാരണമാവുന്നുണ്ട്. പിന്നെ വേസ്റ്റ് മണ്ണിലോട്ട് വലിച്ചെറിയുന്നതിലൂടെ അവിടുത്തെ മണ്ണ് ഇല്ലാതാവുകയും അവിടുത്തെ ചെടികളും മരങ്ങളും ഒക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നു. സോ ഇതാണ് സോയിൽ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മെയിൻ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഫൈനൽ വൺ ഈസ് സോയിൽ പൊല്യൂഷൻ. ഇനി ജസ്റ്റ് ഫോർ അവയർനെസ് ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്, നോയ്സ് പൊല്യൂഷൻ. Noise pollution is the exposure to higher sound levels which may cause adverse effect in humans or other living beings. It is unwanted excessive sound that having damaging effects on people and environment. Such pollution can cause hypertension, increased stress, hearing loss. So എന്താണ് നോയ്സ് പൊല്യൂഷൻ? നമ്മൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് ഒരു പരിധിക്ക് കൂടുതൽ സൗണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 സ്പീക്കർ കൊണ്ട് എൻ്റെ ചെവിയുടെ അടുത്ത് വയ്ക്കുവാണെങ്കിൽ എൻ്റെ ചെവി അടിച്ചു പോകും. നമ്മൾ പറയത്തില്ലേ ചില സൗണ്ട് കൂടാൻ അയ്യോ ഇത്ര സൗണ്ട് പറ്റത്തില്ല, ചെവി അടിച്ചു പോകുമെന്ന്. ചില ഘോഷ എത്രക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. പക്ഷെ അതിലും അപ്പുറത്തൊക്കെ സൗണ്ട്, നമ്മളതൊരു ഭയങ്കര സൗണ്ട് ഒരു 10-20 സ്പീക്കർ അടുത്ത് വെച്ച് 1 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇയർ ഡ്രം പൊട്ടിപ്പോവും. ഇയർ ഡ്രം എന്ന് പറഞ്ഞാൽ ചെവിക്കകത്തുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓർഗാനിസം അല്ല, ഒരു പാർട്ടാണ്, ഇയർ പാർട്ടാണ്. സോ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെവി കേൾക്കത്തില്ല. സോ നമ്മൾ ഒരുപാട് സൗണ്ടിൽ നിന്നൊക്കെ എപ്പോഴും നീങ്ങി മാറി നിൽക്കുക, കാരണം കേൾവി ശക്തിക്ക് കാരണമാവും. ഓൾസോ നമ്മളുടെ ഹെൽത്തിനും അത് ഇഷ്യൂസ് ഉണ്ടാവും. സോ നോയ്സ് പൊല്യൂഷൻ ഇപ്പോൾ എല്ലാ സിറ്റീസിലും
കണ്ടുവരുന്ന ഒന്നാണ്. കാരണം ഈ സിറ്റി ഏരിയയിൽ ട്രാഫിക് വരുമ്പോൾ എല്ലാവരും കൂടെ എടുത്തു വെച്ച് അങ്ങ് ഹോൺ അടിക്കും. ഇപ്പോൾ 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 100 പേര് ഒരുമിച്ച് ഹോൺ അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ അവിടെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാകുന്നു, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നു. അത് ആളുകളിലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ അടുത്ത് ഒരു 10 സ്പീക്കറിൽ ഒരുമിച്ച് പാട്ടിട്ടേക്കാണ്. ഒരുപാട് സൗണ്ട് ആകുമ്പോൾ നമ്മൾ തന്നെ പറയില്ല, അയ്യോ എന്തൊരു തലവേദന, ഒന്ന് നിർത്തിയിട്ട് പോവാൻ. ഓക്കെ, അതാണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോയിസ് പൊല്യൂഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു പൊല്യൂഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇപ്പം നമ്മൾ 4 ടൈപ്പ് പൊല്യൂഷൻ പഠിച്ചു അല്ലേ. സോ ഇതിൽ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം. ദ ഏജന്റ് ദാറ്റ് കണ്ടാമിനേറ്റ്സ് ദ എൻവയോൺമെന്റ് കമ്പോണന്റ് ഈസ് കാൾഡ് പൊല്യൂഷൻ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കുറേ കൊടുത്തിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞപ്പോൾ എക്സാമിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും കേട്ടോ. അതായത് സ്പേസ് കൊടുത്തിട്ട് വര ഇട്ടിട്ട് അതിലെന്താണ് ഫില്ല് ചെയ്യേണ്ടത്. എന്താണ് വാട്ടർ ബീങ് എ യൂണിവേഴ്സൽ സോൾവെന്റ് ക്യാൻ ഡിസോൾവ് വേരിയസ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഇറ്റ്. അതായത് വാട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്, എന്ത് ടൈപ്പ് വേണേലും അതിൽ ഡിസോൾവ് ആയിക്കോളും. കെമിക്കൽ ആണെങ്കിലും ബയോളജിക്കൽ ആണെങ്കിലും എല്ലാം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു സംഭവമാണ് വെള്ളം. അതാണ് വെള്ളം പൊല്യൂട്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാം ആ ഒരു ഓഷ്യൻ തന്നെ പൊല്യൂട്ട് ആവും എന്ന് പറയുന്നതിന് റീസൺ അതാണ്. പിന്നെ BOD ഈസ് എ മെഷർ ഓഫ് ഓക്സിജൻ യൂസ്ഡ് ടു ബാക്ടീരിയ ഓർഗാനിക് മാറ്റർ. അതായത് വെള്ളത്തിലുള്ള ബാക്ടീരിയയുടെ അളവ് അളക്കുന്ന ഒരു മെഷറാണ് BOD. ഓക്കെ. The oil coating destroys the animals' natural insulations and bioenergy. ഇതെല്ലാം ഇതാണല്ലോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ യൂണിറ്റ്. ചെറിയൊരു യൂണിറ്റ് ആണല്ലേ. പലതരത്തിലുള്ള പൊല്യൂഷൻ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചും കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങളാണ്. ഇതിലധികം എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല, അങ്ങനെ സംഖ്യകളോ ഒന്നും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.